അല്ല, ഇത് അധികാരം ഒരു കൂട്ടം ആളുകളെ എങ്ങനെയാണ് ഭ്രാന്തന്മാരാക്കുന്നതിന്റെ കൃത്യമായ തെളിവാണ്. ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാർക്കെതിരെ, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിക്കെതിരെ വളരെ കരുതി കൂട്ടി KSUവും യൂത്ത് കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമം. അധികാരം കിട്ടിയില്ലെങ്കിൽ ഇനി കേരളത്തിനകത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഒരു അലമുറയിട്ടുകൊണ്ടിരിക്കുന്നത്. ആ അലമുറയാണ് ഇപ്പോൾ അക്രമമായി പരിവർത്തനപ്പെട്ടിരിക്കുന്നത്. ഈ അക്രമം നടത്താനും ആരോഗ്യമന്ത്രിയെ, കേരളത്തിലെ ഏറ്റവും സവിശേഷമായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരോഗ്യമന്ത്രിയെ അക്രമം കാണിക്കാൻ വലിയ അത്യുത്സാഹം കാണിച്ച ഈ KSUക്കാരോട് ഒരു വിദ്യാർത്ഥി എന്ന ഞങ്ങൾ ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ 10 വർഷക്കാലം ന്യായമായ ഏത് വിദ്യാർത്ഥിയുടെ ആവശ്യത്തിലാണ് ഈ KSUക്കാരൻ്റെ ഈ ചോരത്തിളപ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ന്യായമായ വിദ്യാർത്ഥി അവകാശ നിഷേധം ഈ കേരളത്തിനകത്ത് രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഭാഗമായി ഉണ്ടായപ്പോൾ ഈ ചോരത്തിളപ്പ് KSU നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എവിടെയായിരുന്നു KSU? ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുമ്പോൾ, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാരം അതിക്രമിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഈ കേരളത്തിനകത്ത് പൊന്തക്കാട്ടി പൊളിച്ചിടുന്നല്ലേ KSUക്കാർ? അന്ന് അവരുടെ രക്തം തിളച്ചില്ലല്ലോ. എന്താ അവർ രക്തം തിളയ്ക്കാതിരുന്നത്? അന്ന് അവർ രക്തം തിളയ്ക്കാതിരിക്കുകയും ഇപ്പോൾ കേരളത്തിനകത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അധികാരത്തിന് വേണ്ടി എന്ത് വൃത്തികെട്ട പണിയും ചെയ്ത് അധികാര കസേര പിടിക്കാൻ വേണ്ടി, ആരോഗ്യമന്ത്രിയെ കരിവാരിത്തേക്കാൻ വേണ്ടി ബോധപൂർവം അക്രമം നടത്തി, അക്രമം ഒഴിച്ചുവിട്ട് ആരോഗ്യമന്ത്രിയെ ആക്രമിക്കാനുള്ള പരിശ്രമം നടത്തി. എന്ത് വിഷയം? 5 വർഷത്തിന് മുമ്പുണ്ടായൊരു വിഷയം. ആ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഉയർന്നു വന്ന സമയത്ത് തന്നെ കൃത്യമായി പരിശോധിക്കുമെന്നും പരിശോധിച്ച് നിലപാട് സ്വീകരിക്കുമെന്നും കേരളത്തിലെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കുമ്പോൾ, ആ വ്യക്തമാക്കിയ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തി പിന്നീടും അതിക്രമിക്കാനേ തയ്യാറാവുന്നു. ഈ കേരളത്തിലെ ആരോഗ്യരംഗം അത്രയ്ക്ക് മോശമാണെന്ന് ചിത്രീകരിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്? ആ ആരോഗ്യമന്ത്രി ആക്രമിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഇപ്പോൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്തെ പറ്റിയും കേരളം ഗൗരവ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എത്രയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കേരളത്തിൽ ശുചിമരണ നിരക്ക്? ഇതൊക്കെ ഓർക്കണം. 12 ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ, ശ്രീ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോൾ കേരളത്തിൽ ശുചിമരണ നിരക്ക്. ഇപ്പോൾ അത് 5ലേക്ക് കുറഞ്ഞു വന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശിശുമരണ നിരക്കുള്ള കേരളം എന്ന സംസ്ഥാനമായി അടയാളപ്പെടുത്തിയത് ശ്രീമതി വീണ ജോർജും ശ്രീമതി ശൈല ടീച്ചറും ഉൾപ്പെടുന്ന ആരോഗ്യമന്ത്രിമാരുടെ ഏറ്റവും മികവുറ്റ പ്രവർത്തനമാണ്. അത് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതിനാണോ വീണ ജോർജിനെ ഇവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? അത് അപലപിക്കപ്പെടേണ്ടതാണ്. അഡ്മിറ്റ് ചെയ്യണം. ശ്രീ AN ഷംസീർ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നതാണത്. CPM-ന്റെ ഒട്ടുമിക്ക എല്ലാ നേതാക്കളും ഇതിനോടകം തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. എല്ലാവരും ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ ആശുപത്രിയിലേക്ക് ആരോഗ്യമന്ത്രിയെ കാണാൻ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ആക്രമണം ഉണ്ടായ ഉടനെ, അല്ലെങ്കിൽ കഴുത്തുവേദന ഉണ്ടായ ഉടനെ കഴുത്തു വേദന തുടങ്ങി എന്ന കാര്യമടക്കം വിളിച്ചു പറഞ്ഞ് നേരെ മുഖ്യമന്ത്രിയോടായിരുന്നു ആരോഗ്യമന്ത്രി. മുഖ്യമന്ത്രി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. MV ഗോവിന്ദൻ അല്പസം മുമ്പ് പറഞ്ഞത് നിഷ്ഠൂരമായ കടന്നാക്രമണമാണ്. ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇതുപോലെ ആക്രമണം ഉണ്ടായിട്ടില്ല. നടന്നത് ആസൂത്രിതമായ ആക്രമണമാണ്. നടന്നത് ആസൂത്രിത ആക്രമണം. മന്ത്രിയെ കൊല്ലുക എന്നാണ് ഉന്നം വെക്കുന്നതെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധമുണ്ടായത്. എല്ലാ ബോധപൂർവ്വം പ്ലാൻ ചെയ്തതാണ്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനായിരുന്നു MV ഗോവിന്ദന്റെ ആഹ്വാനം. വി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത്, ഒരു കാര്യം ഓർക്കണം, ഞങ്ങൾ ഇതുപോലെ പ്രതികരിച്ചാൽ നിങ്ങളത് താങ്ങില്ല എന്ന് വി ശിവൻകുട്ടി അടക്കം പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന കാര്യം അറിയില്ല. കണ്ണൂരാണ്, അങ്ങേറ്റം പൊളിറ്റിക്കലി സെൻസിറ്റീവായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇനി പ്രതിഷേധങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ മറ്റ് സംഘർഷങ്ങളിലേക്ക് പോവോ എന്ന കാര്യം അറിയില്ല. അങ്ങനെ പോവാതിരിക്കട്ടെ, സമാധാനം പ്രധാനമാണ്. ആരോഗ്യമന്ത്രി ഇപ്പോഴും ICUവിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പറയുന്ന എക്സ്റേ അടക്കമുള്ള പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ തുടരുന്നു. അജീഷ്, മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയെ കാണാൻ അങ്ങോട്ടേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ആരോഗ്യമന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ ആരോഗ്യനില എന്നറിയാൻ കഴിയുന്നുണ്ടോ? അശ്വിൻ, എന്തായാലും ഇപ്പോൾ എക്സ്റേ എടുത്തതിന് ശേഷം ആരോഗ്യമന്ത്രി ICUവിൽ പ്രവേശിക്കുമെന്നാണ് DMOയും ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചിട്ടുള്ളത്. കഴുത്തിനാണ് കൂടുതൽ പ്രശ്നം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കരുത്തിന് ഇനി കൂടുതൽ അകത്ത് എന്തെങ്കിലും പരിക്കോ പൊട്ടലോ മറ്റോ ഉണ്ടോ എന്ന് എക്സ്റേ പരിശോധനയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതിനായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിന് മുമ്പാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ എത്തിയത്. ICUവിലുള്ള വീണ ജോർജിനെ മുഖ്യമന്ത്രി നേരിട്ട് സന്ദർശിക്കും. നേരത്തെ ഈ മുഖ്യമന്ത്രിയാണ് ഈ അക്രമ സംഭവം നടന്നതിന് ശേഷം മന്ത്രി വീണ ജോർജ് ഫോണിൽ വിളിച്ച് ഈ സംഭവത്തെക്കുറിച്ച്
വിശദീകരിച്ചത്. 3:30-ക്കുള്ള വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു മന്ത്രി വീണ ജോർജ് അവിടെ എത്തിയത്. പിന്നീട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് അവരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് പിന്നീട് യാത്ര മുടക്കി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഒപ്പം സ്പീക്കർ ശംഷീർ അടക്കമുള്ളവർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. കഴുത്തിലാണ് കൂടുതൽ പരിക്ക് എന്നുള്ളതാണ് നേതാക്കളടക്കം, ഈ മന്ത്രിയെ നേരിട്ട് കണ്ട CPM-ന്റെ നേതാക്കളടക്കം പറഞ്ഞത്. കഴുത്തിനും ചെവിക്കും പരിക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് പിടിവലിക്കോ അല്ലെങ്കിൽ ഈ നേതാക്കൾ, ഈ KSU പ്രവർത്തകർ പ്രതിഷേധിച്ച് ചാടി എത്തിയപ്പോൾ ഉണ്ടായ പരിക്കാകാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ളൊരു സുരക്ഷാ വീഴ്ച ഉണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ തർക്കമില്ല. കാരണം രാവിലെ മുതൽ തന്നെ കണ്ണൂർ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കണ്ണൂരിൽ പലയിടത്തും KSU-വിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു. രാവിലെ മുഖ്യമന്ത്രിക്കൊപ്പം ഒരു പരിപാടിയിൽ മന്ത്രി വീണ ജോർജും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. കല്യാടായിരുന്നു, കണ്ണൂർ ഇരിക്കൂരിലുള്ള കല്യാടായിരുന്നു ആ പരിപാടി നടന്നത്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രി വീണ ജോർജും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ആ പരിപാടിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇരിക്കൂരിലും മാത്രമല്ല തലശ്ശേരി, കൊടുവള്ളിയിലും ചാലോടും ആയിപ്പുഴയിലും പയ്യാവൂരിലും ഒക്കെ തന്നെ മന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടക്കുന്നത് പോലീസിന് അറിയാമായിരുന്നു. സ്വാഭാവികമായിട്ടും റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം നേരത്തെ തന്നെ KSU പ്രവർത്തകർ തീരുമാനിച്ചിരുന്നതാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് അറിയേണ്ടതാണ് ഇക്കാര്യം. പോലീസിന്റെ സുരക്ഷ ഉണ്ടായിരുന്നെങ്കിൽ പോലും വേണ്ടത്ര രീതിയിൽ മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്തോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും മന്ത്രിക്ക് അടുത്തേക്ക് ഈ പ്രവർത്തകർ പെട്ടെന്ന് പാഞ്ഞ് അടുക്കുകയായിരുന്നു. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കറുത്ത കൊടി ഉയർത്തിക്കൊണ്ടായിരുന്നു പെട്ടെന്ന് ഈ KSU പ്രവർത്തകർ ചാടിയെടുത്തത്. ഇത് പോലീസ് പെട്ടെന്ന് ഇവരെ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുന്നുണ്ടായിരുന്നെങ്കിലും മന്ത്രിക്ക് അടുത്തേക്ക് ചില പ്രവർത്തകർ എത്തുന്നത് നമുക്ക് ദൃശ്യത്തിൽ കാണാം. എന്തായാലും കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ, അതായത് നേരിട്ടുള്ള ആക്രമണത്തിന്റെ ദൃശ്യങ്ങളില്ലെങ്കിൽ പോലും ഇതിനിടയ്ക്ക് ഈ പിടിവലിക്ക് എപ്പോഴെങ്കിലും മന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം 1ാമത്തെ പ്ലാറ്റ്ഫോം വഴി മന്ത്രി 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയായിരുന്നു. അവിടെയാണ് വന്ദേ ഭാരത് ട്രെയിൻ എത്തുന്നത്. അവിടെ വിശ്രമിക്കുന്ന സമയത്താണ് ഈ കഴുത്തിന് വേദന ഉണ്ടെന്ന് മന്ത്രി പറയുന്നത്. ചെവി പൊത്തിയിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതപ്പോഴാണ് മുഖ്യമന്ത്രി ഫോൺ വിളിച്ച് പറയുന്നത്. പിന്നീടാണ് യാത്ര മാറ്റിവെച്ച്, തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മാറ്റിവെച്ച് മന്ത്രി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയത്. എന്തായാലും ജില്ലാ ആശുപത്രിയിലെത്തി അത്യാഹിത വിഭാഗത്തിലായിരുന്നു മന്ത്രിയെ പ്രവേശിപ്പിച്ചത്. അവിടെ DMO അടക്കമുള്ളവർ, സൂപ്രണ്ട് അടക്കമുള്ളവർ ഇവിടെ എത്തി മന്ത്രിയെ പരിശോധിച്ചിരുന്നു. മന്ത്രിയുടെ കഴുത്തിന് പ്രശ്നം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അത്യാഹിത വിഭാഗത്തിൽ സ്ട്രെച്ചറിലാണ് മന്ത്രിയെ എക്സ്റേ എടുക്കാനായി കൊണ്ടുപോയത്. അതിനുശേഷം ICU-ൽ പ്രവേശിപ്പിക്കും എന്നാണ് പറയുന്നത്. അവിടെ മന്ത്രിയെ കാണാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യനിലയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ DMO അടക്കമുള്ളവർ ഒരു ബുള്ളറ്റിലൂടെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രിയുടെ കഴുത്തിനാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും ആക്രമണത്തെ വലിയ രീതിയിൽ തന്നെ CPM DYFയും അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. CPM നേതാക്കൾ ഒക്കെ തന്നെ ഈ ആക്രമണത്തെ ഇത് കരുതിക്കൂട്ടി ഉള്ള ആക്രമണം ആണ് എന്നുള്ളതാണ് CPM നേതാക്കൾ പറയുന്നത്. എന്തായാലും ഈ യൂത്ത് കോൺഗ്രസിന്റെയും KSU-ന്റെയും ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഇപ്പോൾ കണ്ണൂരിലെ നേതാക്കളിൽ നിന്നുണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.